സാർ ഇരിക്കൂ. ഒറിജിനൽ ഡോക്യുമെന്റ്സ് എല്ലാം അവൾ കൊണ്ടുപോയി അല്ലേ? അതെ, വളരെ വിദഗ്ധമായി എന്റെ മുറിയിൽ നിന്ന് അവളത് മോഷ്ടിച്ചു. അപ്പോൾ അവന്തിക ആദ്യം മുതൽ തന്നെ എല്ലാം കണക്കൂട്ടിയാണ് കളിക്കുന്നത്. വില്ലേജ് ഓഫീസിലെയും താലൂക്ക് ഓഫീസിലെയും കാര്യങ്ങൾ എന്തായി? രണ്ടിടത്തും ക്രമക്കേടുകൾ ഒരുപാട് നടന്നിട്ടുണ്ട്. പക്ഷേ അതെല്ലാം തെളിയിക്കണമെങ്കിൽ നമുക്ക് കോടതിയിൽ പോകേണ്ടി വരും. അതിനുള്ള സമയം നമുക്കിപ്പോൾ ഇല്ല. നിയമപരമായി ഈ സ്വത്തുക്കളുടെ ഉടമസ്ഥാവകാശവും കൈവശാവകാശവും എല്ലാം അവന്തിക അവളുടെ പേരിലേക്ക് മാറ്റി. ഇതൊന്നും കോടതിയിൽ തെളിയിക്കാൻ സാധിക്കില്ലേ? സാധിക്കും. അവസാന വിധി നമുക്ക് അനുകൂലമാവുകയും ചെയ്യും. പക്ഷെ അതിനെല്ലാം ഒരുപാട് സമയമെടുക്കും. ഇഞ്ചക്ഷൻ ഓർഡർ കിട്ടില്ലേ സർ? അതിന് നമ്മുടെ കയ്യിൽ ഉടമസ്ഥാവകാശം തെളിയിക്കാനുള്ള രേഖകളൊന്നുമില്ലല്ലോ. അതുമാത്രമല്ല, പ്രഥമ ദൃഷ്ട്യാ ഉടമസ്ഥാവകാശം അവന്തികയ്ക്കാണ്. ടാക്സ് അടച്ച റെസിപ്റ്റിൽ പോലും ഇപ്പോൾ അവന്തികയുടെ പേരാണ്. അതാണ് പ്രശ്നം. കോടതിയിൽ നമ്മൾ ഇഞ്ചക്ഷൻ ഓർഡർ മൂവ് ചെയ്താലും കിട്ടാൻ സാധ്യതയില്ല. ബാലൻസ് ഓഫ് കൺവീനിയൻസ് ഡിഫൻസിന്റെ പക്ഷത്താണ്. എന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ മക്കൾക്ക് വേണ്ടി ഉണ്ടാക്കിയതെല്ലാം നഷ്ടപ്പെട്ടു അല്ലേ വക്കീലേ? അച്ഛാ, എന്നേക്കുമായിട്ട് എല്ലാം നഷ്ടപ്പെട്ടു എന്നല്ല വക്കീല് പറഞ്ഞത്.